ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ എല്ലാവരെയും കാണുവാനും നിങ്ങളെ ശുശ്രൂഷിക്കാനും ദൈവം എനിക്ക് തന്ന അവസരത്തെ അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടെ ഉപയോഗിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും തണലിലേക്കും ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമുക്ക് വായിച്ച് തുടങ്ങാം. ആർക്കെങ്കിലും ഒരാൾക്ക് വചനം പെട്ടെന്ന് വ്യക്തതയോടെ ഒന്ന് വായിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ആമേൻ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. യേശു എന്താണ് സംസാരിച്ചത്? യേശു ഒത്തിരി കാര്യങ്ങൾ 16-ാമത്തെ അധ്യായത്തിൽ സംസാരിച്ച് അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യമാകുന്ന 33-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്തത് കർത്താവിൻ്റെ മിനിസ്ട്രിയാണ്. ഏറിയ ജനവും 95% ഫോക്കസ് ചെയ്തത് യേശുവിൻ്റെ മിനിസ്ട്രിയാണ്. കുറച്ച് ശതമാനം ജനം യേശു നുറുക്കി വിളമ്പിയ അപ്പമീനുകളെയാണ്. കുറച്ച് ശതമാനം ജനം അവൻ്റെ വചനത്തെയാണ്. എന്നാൽ നാം തിരുവെഴുത്തിൽ കാണുന്ന സൗഖ്യങ്ങൾ, തിരുവെഴുത്തിൽ കാണുന്ന വിടുതലുകൾ, തിരുവെഴുത്തിൽ കണ്ട അത്ഭുതങ്ങളെല്ലാം അവൻ്റെ വായിൽ നിന്ന് വീണ എല്ലാ വചനങ്ങളും അല്ല. പക്ഷെ അപ്പോൾ ആ സാഹചര്യത്തിൽ, ആ ഒരു മൊമെന്റിൽ, ആ ഒരവസ്ഥയിൽ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനോട്, കേൾക്കുന്നവനോട് യേശു എന്തൊന്നു പറഞ്ഞോ അവൻ ആ വചനം വിശ്വസിച്ചതുകൊണ്ട് സൗഖ്യമായവർ മാത്രമേ തിരുവെഴുത്തിനകത്തുള്ളൂ. വെറുതെ പോയവൻ്റെ മേൽ, വെറുതെ സൈഡിൽ കൂടെ ഈ മീറ്റിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി ആ വഴിയെറുമ്പിലൂടെ നടന്നു പോയപ്പോൾ യേശു പറഞ്ഞ വചനം അവൻ്റെ മേൽ വീണില്ല. വഴിമെറുമ്പിലൂടെ നടന്നു പോയപ്പോൾ യേശു സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യമായില്ല. ഈ കൂട്ടത്തിൽ വന്നതും, ഈ കൂട്ടത്തിൽ ഇരുന്ന് കേട്ടതും, ഈ കൂട്ടത്തിലിരുന്ന് കേട്ടിട്ട് വിശ്വസിച്ചതും, വിശ്വസിച്ചിട്ട് ഏറ്റെടുത്തതുമാകുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിശയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ചരിത്രം മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സംസാരിച്ചിട്ട് യേശു എന്തായിരുന്നു യേശു സംസാരിച്ചത്? യേശു ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു, യേശു സൗഖ്യത്തെക്കുറിച്ച് സംസാരിച്ചു, യേശു പിതാവിനെക്കുറിച്ച് സംസാരിച്ചു, യേശു പാപത്തെയും പാപബോധത്തെയും കുറിച്ച് യേശു സംസാരിച്ചു, യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചു, യേശു സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു, പലതിനെക്കുറിച്ചും യേശു സംസാരിച്ചു. ഒരു കാര്യം യേശു 16-ാമത്തെ അധ്യായം പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു വളരെ ശ്രദ്ധേയമായ സ്റ്റേറ്റ്മെൻ്റാണ്. യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്: നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾ ധൈര്യപ്പെടണം. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടണം. 3-ാമത്തെ കാരണം, ഞാൻ ജയിച്ചിരിക്കുന്നു. നീ ജയിക്കണമെന്നല്ല,
ഞാൻ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നീ ധൈര്യപ്പെടണം. എന്തിന് ധൈര്യപ്പെടണം? കഷ്ടം വന്നാലും നീ ധൈര്യപ്പെടണം. എന്തിന്? ഇത് സംസാരിച്ചിട്ട്. 17-ാമത്തെ വാക്യം തുടങ്ങുന്നു, ഇത് സംസാരിച്ചിട്ട്. എന്താ യേശു പറഞ്ഞത്? കഷ്ടമുണ്ട്, ധൈര്യപ്പെടണം. ഞാൻ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ധൈര്യപ്പെടണം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. സമയങ്ങളെ തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? സമയം തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? സമയം തിരിച്ചറിയാതെ പോകുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? സമയം തിരിച്ചറിയുന്നവരെക്കാൾ സമയം തിരിച്ചറിയാത്തവരെയും സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരെക്കാൾ സമയം വെറുതെ കളയുന്നവരെയുമാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ സക്സസിൽ ഒന്ന് താൻ സമയം വളരെ കാര്യക്ഷമമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിച്ച ഏതൊരു മഹാനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്ന ഒരു ക്രമമാണ് സമയക്രമം. പറഞ്ഞേ, സമയക്രമം. അവരുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനും അവർക്ക് സമയക്രമങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ സമയം അവർ ചുരുക്കുന്നത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ടായിരിക്കും. ബാക്കി സമയം മുഴുവനും ആ മഹാന്മാർ പല കാര്യത്തിനു വേണ്ടി പ്ലാൻ ചെയ്യുകയും പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും അതിന് വേണ്ടുന്ന പ്ലാനിങ്സിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനും കാര്യങ്ങളും അങ്ങനെ അവരങ്ങ് മൂവ് ചെയ്യും. അവർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. യേശുവിൻ്റെ ലൈഫിലും യേശു പ്രൊഡക്റ്റീവ് ആയിരുന്നു. പറഞ്ഞേ, പ്രൊഡക്റ്റീവ് ആയിരുന്നു. കർത്താവ് ലൈഫിൽ പ്രൊഡക്റ്റീവ് ആകാൻ കാരണം താൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ്. താൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരുന്നില്ല. താൻ മിനിസ്ട്രി ചെയ്യേണ്ട സമയത്ത് കള്ളം പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്നില്ല. രോഗികൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മറ്റൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയില്ല. അങ്ങനെ താൻ സമയം വളരെ കാര്യക്ഷമമായി യൂട്ടിലൈസ് ചെയ്തത് കൊണ്ട് താനൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ താനൊരു സക്സസ് ആയിരുന്നു. ദൈവപുത്രൻ എന്നുള്ള നിലയിൽ താനൊരു സക്സസ് ആയിരുന്നു. ഗുരു എന്നുള്ള നിലയിൽ താൻ സക്സസ് ആയിരുന്നു. ഒരഭിഷിക്തൻ എന്നുള്ള നിലയിൽ താൻ സക്സസ് ആയിരുന്നു. ഒരപ്പൻ എന്നുള്ള നിലയിൽ നിനക്ക് സക്സസ് ആകണമെങ്കിൽ, അമ്മ എന്നുള്ള നിലയിൽ നിനക്ക് സക്സസ് ആകണമെങ്കിൽ, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിനക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ, ഒരു ഗുരു എന്നുള്ള നിലയിൽ നിനക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ, ഒരു മകൻ എന്നുള്ള നിലയിൽ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ, മകൾ എന്നുള്ള നിലയിൽ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ സമയത്തെ തിരിച്ചറിയുന്നവരായിരിക്കുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ കാതുകളിൽ ഈ ദൈവശബ്ദം ഏറ്റിരിക്കുന്നത്, നിന്റെ കാതുകളിൽ ഈ ദൈവശബ്ദം മുഴങ്ങുന്നത് നിന്റെ സമയത്തെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനാണ്. ദൈവം നിനക്ക് തന്ന ഒത്തിരി സമയങ്ങൾ നീ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്ന് ന്യായവിധി സമയത്ത് സ്വർഗം ഒരു ചോദ്യം നിന്റെ മുമ്പിൽ ഇട്ടാൽ പറയുവാൻ ന്യായമായ മറുപടികൾ കൈവശമുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം. എന്നാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്തൊരു അങ്കലാപ്പ് നിനക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ എത്രയോ സമയങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയങ്ങൾ, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട സമയങ്ങൾ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറുവിരലെങ്കിലും എനിക്ക് അനക്കാൻ കഴിയുമായിരുന്ന സന്ദർഭങ്ങൾ ഞാൻ മൗനം പാലിച്ചിരുന്നെങ്കിൽ, ഞാൻ വിമുഖതയോടുകൂടെ ഇരുന്നെങ്കിൽ, ഞാൻ പിണങ്ങിയിരുന്നെങ്കിൽ, അസ്വസ്ഥയായിരുന്നെങ്കിൽ, ഞാൻ അതിനെയൊക്കെ അവഗണിച്ചു എങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ എന്തൊന്ന് ബോധിപ്പിക്കും? പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പുത്രനെ ഈ ഭൂമിയിൽ എന്ത് ഇന്റൻഷനോടെ പിതാവ് അയച്ചു എന്ന് പുത്രൻ പ്രാപിച്ചു. അതൊരു വെളിപ്പാടാണ്. ഞാൻ എന്ന വ്യക്തിയെ എന്ത് ദൗത്യത്തോടെ ഈ ഭൂമിയിൽ ദൈവം അയച്ചു എന്ന് തിരിച്ചറിയുന്നതാണ് എൻ്റെ മിനിസ്ട്രിയുടെ വിജയം. ഹല്ലേലൂയ. ഞാൻ എന്ന വ്യക്തിയെ എന്ത് ദൗത്യത്തോടെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു എന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ ജീവിത വിജയം. പിതാവ് പുത്രനെ എന്തിനയച്ചു എന്ന് യേശു വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ഈ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. എന്നാണെന്നറിയാവോ? വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ചോദിക്കുന്നതെങ്കിൽ സ്പോട്ടിൽ കാര്യം ചെയ്യും. ആമേൻ പറഞ്ഞോ? ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം. ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. വ്യക്തമായി ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്
സ്വർഗത്തിലേക്ക് നോക്കി, നിങ്ങൾ അതൊന്നും വിടരുത് കേട്ടോ, വാക്കൊന്നും വിടരുത് കേട്ടോ. ആ വചനം വേണമെങ്കിൽ നിങ്ങളൊന്ന് മുമ്പിലെടുത്ത് വെക്കുന്നത് നല്ലതാ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. നിങ്ങൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ശരിക്കും മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? നിങ്ങളൊരു മനുഷ്യനോട് സംസാരിക്കും, നിങ്ങളൊരു 3 മിനിറ്റ് ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? ഒരേ ടൈമിൽ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ണിങ്ങോട്ടാക്കും, ഇങ്ങോട്ടാക്കും, താഴോട്ട് നോക്കും, പാച്ചി നോക്കും, ചൊറിയും, പിന്നെയും മേളിൽ നോക്കും. ഒരു 3 മിനിറ്റ് സംസാരിക്കുന്നതിനകത്ത് നമ്മൾ മിനിമം ഒരു 20 പ്രാവശ്യമെങ്കിലും നമ്മുടെ അറ്റൻഷൻ മാറിപ്പോവും. ശരിയല്ലേ? അറ്റൻഷൻ മാറിപ്പോവും. നമുക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. മോനെ, അങ്ങനെയാണെങ്കിൽ തേജോന്മയനായ ദൈവത്തിൻ്റെ മുഖത്തെ നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ആ ഒരു ഗ്രിഡിനകത്ത് നമുക്ക് യേശുവിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും? In the name of Jesus. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. അതെന്താ കാര്യം? തൊട്ടു മുന്നേ നാം വേറെ പുറകിലേക്കുള്ള വചനങ്ങൾ വായിച്ചാൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊന്നും സ്വയമേ പറയുന്നില്ല, ഒന്നും ഞാൻ സ്വയമേ പറയുന്നില്ല. മുമ്പോട്ട് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന നിത്യജീവനും ഞാൻ സ്വയമേ പറയുന്നതല്ല, യേശു പറയുന്നതാ. ഞാനൊന്നും സ്വയമേ പറയുന്നില്ല, എന്നെ പിതാവ് കേൾപ്പിക്കുന്നു, ഞാൻ പറയുന്നു. ജീവിതത്തിൻ്റെ വിജയം വേണോ, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണോ, ജീവിതത്തിൽ മുന്നേറണോ, എവിടെയും ബ്ലോക്കില്ലാതെ നിൽക്കണോ, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതേ പറയാവുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് മറ്റിടത്തുനിന്ന് പിടിച്ചെടുത്ത് പറയരുത്. എന്ത് കാര്യമാണെങ്കിലും ദൈവം നിന്നെ വെളിപ്പെടുത്തിയോ നിനക്ക് പറയാം, ദൈവം നിന്നെ തോന്നിപ്പിച്ചോ നിനക്ക് പറയാം, ദൈവം നിനക്ക് കൺഫർമേഷൻ തന്നിട്ടുണ്ടോ പറയാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു, നിങ്ങളോട് പറയുന്നു, യേശു പറഞ്ഞു. അതുകൊണ്ട് പറയുകയാണ്, യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ആർക്കാ പറയാൻ പറ്റുന്നതെന്നറിയാമോ? പിതാവേ, നാഴിക വന്നു എന്ന് സമയം വ്യക്തമായി തിരിച്ചറിയുന്നവന് സ്വർഗത്തിലേക്ക് നോക്കി പറയാനൊരു റൈറ്റ് ഉണ്ട്. ആമേൻ. ഏത് കാര്യവും ടൈം ബീയിങ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങൾ ഈ സമയം വൃഥാവാക്കി കളയുകയാണെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എടുക്കുന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഒരിക്കലും വൃഥാവാക്കി കളയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് വേണ്ടുന്ന പവർ പാക്കാണ് പരിശുദ്ധാത്മാവ് നൽകുന്നതെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശു സ്വർഗത്തിലേക്ക് നോക്കി ചോദിച്ച കാര്യം 1-ാമത്തെ വാക്യത്തിൽ ചോദിച്ചു, 1-ാമത്തെ വാക്യത്തെ അപ്രൂവായി. വചനം പറയുന്നു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ, പുത്രനെ മഹത്വപ്പെടുത്തണമേ. സഹോദര, ദൈവം നമ്മളെ മഹത്വപ്പെടുത്തിയാലേ എന്തെങ്കിലും ഉള്ളൂ. ദൈവം നമ്മെ മഹത്വപ്പെടുത്തിയാലേ എന്തെങ്കിലും ആകുന്നുള്ളൂ. ആർക്കാണത് ദൈവത്തോട് ചോദിക്കാൻ പറ്റുക? സമയത്തെ, നാഴികയെ തിരിച്ചറിയുന്നവന് അത് ചോദിക്കാൻ പറ്റും. ഈ സമയം നീ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം, 2-ാമത്തെ വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ഞാൻ ഇതിനകത്തൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ ഹൈഡ് ചെയ്യാതെ പറയാം. കർത്താവെ, ഞാൻ ഇന്ന് പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഇന്നലെ പ്രസംഗിച്ചു. കർത്താവ്, ഇന്നലെ പ്രസംഗിച്ച മെസ്സേജ് അവർക്കൊരാശ്വാസമാകണമേ. അല്ല, കർത്താവെ, ഞാൻ ഇന്നലെ പ്രസംഗിച്ച മെസ്സേജ് കേൾക്കുന്നവർക്കെല്ലാം ഹൃദയത്തിനകത്ത് തട്ടിക്കിടക്കണമേ. എനിക്ക് ചില ദൈവദാസന്മാർ പ്രസംഗിച്ച പ്രസംഗം ഇപ്പം കേട്ടതുപോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അത് കൊണ്ടത് എൻ്റെ ബുദ്ധിയിലോ എൻ്റെ ഓർമ്മയിലോ ഒന്നുമല്ല, എൻ്റെ ഹൃദയത്തിനകത്ത് ആ മെസ്സേജ് കൊണ്ടത്. അതുപോലെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനകത്ത് തളം കെട്ടിക്കിടക്കുന്ന ഒരുത്തൻ ദൈവത്തിൻ്റെ സമയങ്ങളെ അന്വേഷിക്കുന്നവനായിരിക്കും. ഞാൻ വേറൊരു ദൂതും കൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ സമയം അന്വേഷിക്കുന്ന ഒരുവൻ നമ്മുടെ സമയത്തെ വിധിക്കത്തില്ല. ഒന്നുകൂടെ, ഞാൻ ദൈവത്തിൻ്റെ സമയത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ സമയത്തെ ദോഷമെന്ന് വിധിക്കത്തില്ല. അങ്ങനെ എനിക്ക് സമയദോഷമാണെന്നോ കാലദോഷമാണെന്നോ ഇതെൻ്റെ ജാതക പ്രശ്നമാണെന്നോ നാളിൻ്റെയും നക്ഷത്രത്തിൻ്റെയും പ്രശ്നമാണെന്നോ ഇതെൻ്റെ ജനനദോഷമാണെന്നോ കർമ്മദോഷമാണെന്നോ ഒക്കെ പറഞ്ഞ് ആരെങ്കിലും
ദോഷം വിധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, സമയത്തെ ദോഷം വിധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ കറക്റ്റ് ചെയ്യുകയാണ്. നീ ദൈവത്തിൻ്റെ ടൈം പീരീഡിലേക്ക് കയറാൻ തയ്യാറായിക്കോ, നീ ദൈവത്തിൻ്റെ ടൈം പീരീഡിലേക്ക് കയറാൻ തയ്യാറായിക്കോ. കൃത്യമായി നീ ഡെസ്റ്റിനേഷനിൽ തെറ്റാതെ എത്തിക്കുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് വഴികാട്ടിയായിരിക്കും. ആമേൻ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്, ശ്രദ്ധിക്കണേ, കൊടുക്കേണ്ടതിന്. അപ്പൊ ഇത് നൽകപ്പെടുന്ന ഒന്നാണ് നിത്യജീവൻ. ഇത് നൽകപ്പെടുന്ന ഒന്നാണ് നിത്യജീവൻ. അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. സകല ജഡത്തിന്മേലും, സകല ജഡത്തിന്മേലും നീ അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികളാൽ ഉപദ്രവിക്കപ്പെടുന്നവർ ഈ മീറ്റിങ്ങിലുണ്ട്. രോഗം ശരീരത്തിൽ വഹിച്ചിട്ട് സൗഖ്യം പ്രാപിക്കാതിരിക്കുന്നവർ ഈ മീറ്റിങ്ങിലുണ്ട്. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ശരിക്കും ഈ മെസ്സേജിലേക്ക് എൻഗേജ് ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാനസിക അസ്വസ്ഥതകൾ കൊണ്ടുവരുന്ന സ്പിരിറ്റുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എല്ലാവരും കണക്ഷൻ ഡ്രോപ്പ് ഇല്ലാതെ ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നില്ല, എനിക്കറിയാം. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ബുദ്ധിയും ചിന്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും നിങ്ങൾ എവിടെയെങ്കിലും പോയി ആ ബുദ്ധിയും ചിന്തയും പിടിക്കും, വീണ്ടും നമ്മുടെ മീറ്റിങ്ങിൽ കൊണ്ടിരുത്തും. പിന്നെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വീണ്ടും പിടിക്കും, കൊണ്ടിരുത്തും. ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. കാര്യം എന്താ? നിങ്ങൾ ഈ നിലകളിലെല്ലാം സാത്താനിക ഉപദ്രവങ്ങളാലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും നിങ്ങൾ അസ്വസ്ഥപ്പെടുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ സകല ജഡത്തിന്മേലും അവന് അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയുടെ മേലൊരു അധികാരമുള്ളവൻ നിങ്ങളുടെ അരികിൽ നിപ്പുണ്ട്. പ്രൈസ് ടു ജീസസ്. ഞാൻ സമയം പറയുന്നില്ല. ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു മിനിസ്ട്രി ഒരു ദുരാത്മാവിനെ പുറത്താക്കി. ഈ ദുരാത്മാവ് ആ ശരീരത്തിൽ നിന്ന് ഇളകുന്നു, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്നില്ല. പക്ഷെ സകല ബന്ധനങ്ങളും കർത്താവിൻ്റെ ആത്മാവ് അഴിച്ചു. പക്ഷേ ഫൈനലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കർത്താവ് പറഞ്ഞുടാ, ഒരു റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നീ അയാളുടെ വായെ കൊണ്ട് പറയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മിനിസ്ട്രി കുറച്ച് ഇതായിരുന്നത് കൊണ്ട് കുറച്ച് ടൈം ആ സ്പിരിറ്റിനെ ഞാൻ അങ്ങ് കൽപ്പിച്ച് മാറ്റി നിർത്തി. അവരൊന്ന് റിയൽ ലൈഫിലേക്ക് വരാൻ സമയം കൊടുത്തതിന് ശേഷം ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കണം. കാരണം അവരവരുടെ ചിന്ത കൊണ്ടും വിശ്വാസം കൊണ്ടും ഓർമ്മ കൊണ്ടും എല്ലാം തൻ്റെ ലൈഫിൽ ആ സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരങ്ങനെ ചിന്തിച്ച് അതിന് ഒരു റൈറ്റ് അതിൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലത്തെ ഒരു പ്രാർത്ഥന പറഞ്ഞു, എൻ്റെ കൂടെ അവരും പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവരുടെ വായി കൊണ്ട് തന്നെ ആ റൈറ്റ് ഞാൻ കട്ട് ചെയ്യിച്ച് ആ സെക്കൻഡ് തലയിൽ കൈവച്ചത് സാധനം പൂർണ്ണമായിട്ട് വിട്ടുപോയി. അധികാരം ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ എന്ന് ഞാൻ പറയിച്ചു. കർത്താവേ, എൻ്റെ അധികാരം എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ചിന്തയുടെ, എൻ്റെ ആത്മാവിൻ്റെ, അവയവങ്ങളുടെ, എൻ്റെ കോശങ്ങളുടെ, എൻ്റെ രക്തത്തിൻ്റെ എല്ലാ നിയന്ത്രണവും, ഞാൻ എന്ന വ്യക്തിയുടെ മുഴുവൻ നിയന്ത്രണവും അധികാരവും ഞാൻ അവന് കൊടുത്ത അധികാരത്തെ കട്ട് ചെയ്തിട്ട് ഞാൻ ആ അധികാരം, ആ കർത്തൃത്വം അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലയിൽ കൈവച്ചത് സാധനം വിട്ടുപോയി, പൂർണ്ണമായിട്ട് വിട്ടുപോയി. പിന്നെ അത് മടങ്ങി വന്നില്ല അവരുടെ ജീവിതത്തിലേക്ക്. അതെന്താ കാര്യം? വചനം പറയുന്നു, സകല ജഡത്തിന്മേലും നീ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങളുടെ ചിന്തയിന്മേൽ അധികാരമുള്ള ഒരു നായകനുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അധികാരമുള്ളൊരു നായകനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ളൊരു നായകനുണ്ട്. ആ നായകന് റോള് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചാൽ മാത്രമേ തനിക്ക് തൻ്റേതാകുന്ന നിലകളിൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിന്റെ പല മേഖലകളിൽ നമ്മൾ പകുതി റോള് കർത്താവിനും പകുതി റോള് നമുക്കും ബാക്കി പകുതി റോള് സാത്താനും കൊടുക്കുന്ന ഒരു രീതിയാണ്. കാരണം ചിന്ത കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ട്, ധാരണകൾ കൊണ്ട്
നാം പല കാര്യങ്ങളും നമ്മുടേതാണ്, നമ്മുടെ ബുദ്ധിയാണ്, ജ്ഞാനമാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാത്താൻ്റെ കയ്യിലാണ് കൺട്രോൾ കൊടുക്കുന്നത്. നിത്യജീവനെക്കുറിച്ച് നമുക്കറിയാം, പക്ഷെ നിത്യജീവന്റെ ആ ഒരു ആരോമ നമ്മുടെ ലൈഫിൽ വെളിപ്പെടത്തില്ല. നിത്യജീവൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിത്യമായ ജീവനിലായിരിക്കണം ഞാൻ ജീവിക്കുന്നത്. നിത്യജീവന്റെ പ്രവൃത്തി, നിത്യജീവന്റെ അനുഭവം എന്നിൽ നിന്ന് മറ്റൊരുവനിലേക്ക് ഒഴുകണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അണ കെട്ടി വെച്ചാൽ ഒഴുകുമോ? ഒഴുക്കെന്ന് പറഞ്ഞാൽ എന്താ? തടസ്സമില്ലാത്ത ഒരു സംവിധാനമാണ് ഒഴുക്ക്. ഒഴുക്കിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്തോ നിയന്ത്രിക്കുന്ന ഒരു വസ്തു കൊണ്ട് ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു. നിത്യജീവന്റെ ഒഴുക്ക് ഒരുവനിൽ നിന്ന് മറ്റൊരുവനിലേക്ക് ഒഴുകേണ്ടതാണ്. യേശുവിന് കൊടുത്ത ആ മിനിസ്ട്രി, യേശുവിന് കൊടുത്ത ആ ദൗത്യം യേശു എവിടെയും ലിമിറ്റ് ചെയ്തില്ല. യേശു അത് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരുവനിലേക്ക് കൊടുത്തു. സഹോദര, നിന്നെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് മറ്റൊരുവന് കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു പകർച്ച നിന്നിൽ നിന്നുണ്ടാകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, എൻ്റെ വീട്ടിലത്തെ കിണർ ആകെ മൊത്തം വെള്ളം നാറിക്കിടക്കുമായിരുന്നു. കാര്യം എന്നാ? ഞങ്ങൾ അതിൽ നിന്ന് കോരത്തില്ല. അത് തന്നെ കാരണം. ഞങ്ങൾ എന്നിട്ട് എന്തോ ചെയ്തു? കോർപ്പറേഷൻ വാട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ കിണർ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനമാണെങ്കിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരുന്നൊരു സാധനമാണ് കിണറിലെ വെള്ളം. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും? ഒന്നുകിൽ ഞാൻ അതിനെ കിണർ കംപ്ലീറ്റ് മോട്ടറിൽ അടിച്ച് കളഞ്ഞിട്ട് അതിനെ ഇറച്ച് വൃത്തിയാക്കണം, എന്നിട്ട് അതിനകത്ത് ഇച്ചിരി കരിക്കട്ടയും ഉപ്പും ഒക്കെ ഇട്ട് ആ വെള്ളത്തെ ശുദ്ധമാക്കണം. അല്ലെങ്കിൽ എന്തോ വേണം, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ആ വെള്ളം കോരി ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം. എന്നാലേ എന്തോ ചെയ്യത്തുള്ളൂ? ഊറ്റിൽ നിന്ന് വെള്ളം വരത്തുള്ളൂ, ആ ഉറവയിൽ നിന്ന് വെള്ളം വരത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് സുഹൃത്തെ, സഹോദര, നിന്നിൽ ദൈവം തന്നേക്കുന്ന കൃപയും അഭിഷേകവും എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി ഒറ്റയ്ക്ക് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും. അവിടുന്ന് പിന്നെ അതിന് പ്രത്യേകിച്ചൊരു ചലനമില്ല. യേശു പറഞ്ഞു, സകല ജഡത്തിന്മേലും എനിക്ക് അധികാരം തന്നിരിക്കുന്നു, സകല ജഡത്തിന്മേലും എനിക്ക് കർത്തൃത്വമുണ്ട്. അതുകൊണ്ട് അതാ വാക്കിന്റെ അർത്ഥം. അത് പൗലോസ് ആ വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സകലത്തിലും എനിക്ക് കർത്തൃത്വമുണ്ട്. ദൈവം നിങ്ങൾക്കൊരു പ്രാർത്ഥന വരം തന്നിട്ടുണ്ടോ? 4 പേരെ അടക്കി വെച്ച് പ്രാർത്ഥിക്കാനല്ല കേട്ടോ. ദൈവം നിങ്ങൾക്കൊരു മിനിസ്ട്രി തന്നിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനല്ല. ദൈവം നിങ്ങൾക്കൊരു വരം തന്നിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പൊട്ടാസ് പൊട്ടിച്ച് കളിക്കാനല്ല, അന്യർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. വ്യാപാരം ചെയ്യുക. അവിടെ അത് വർദ്ധിക്കുന്നത്. മോനെ, നിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട്, നീ അത് വ്യാപാരം ചെയ്യാൻ തുടങ്ങുക. മോളെ, നിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട്, നീ അത് വ്യാപാരം ചെയ്യാൻ തുടങ്ങുക. കഴിയുന്നത് പോലെ ദൈവം തരുന്ന ദർശനത്തിനനുസരിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പോയി ചെയ്തിട്ട് ബഹുബന്ധനത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. വചനം പറയുന്നു, നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ നിത്യജീവൻ എന്നാൽ എന്താ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് നിത്യജീവൻ എന്ന് ചോദിച്ചാൽ, സത്യ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അതാണ് 3-ാമത്തെ വാക്യം പറയുന്നത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും. യാഹുവയെ ഉയർത്തി യേശുവിനെ താഴ്ത്തി പരിശുദ്ധാത്മാവിനെതിരെ ഒരു പുച്ഛവും ഇട്ടിട്ടൊരു നിത്യജീവനില്ല. യഹോവയെ ഉയർത്തി യേശുവിനൊരു പ്രവാചസ്ഥാനത്തേക്ക് വെച്ച് പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കാത്ത ഒരു നിത്യജീവനില്ല. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. അറിയുന്നതാണ് ആരാധന. അറിയുന്നതാണ് ആരാധന, കേൾക്കുന്നതല്ല ആരാധന. കേക്ക്, അറിയുന്നതാണ് ആരാധന, കേൾക്കുന്നതല്ല ആരാധന. ചെയ്യുന്നതാണ് ആരാധന, കാണുന്നതല്ല ആരാധന. എവിടെ പോയി? ആരാധനയ്ക്ക് പോയി, എന്നിട്ട് ആരാധിച്ചോ? എവിടെ പോയി? പ്രാർത്ഥനയ്ക്ക് പോയി, എന്നിട്ട് പ്രാർത്ഥിച്ചോ? എവിടെ പോയി? യോഗം കൂടാൻ പോയി, എന്നിട്ട് നിങ്ങളുടെ കൂടെ വല്ലതും കൂടിയോ? അതുകൂടി. സ്തോത്രം. അറിയുന്നതാണ് ആരാധന. ദൈവത്തെക്കുറിച്ച് അറിയുന്നതാണ് ആരാധന. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനെയും, ഞാൻ ഒന്നും കൂടെ കയറ്റി പറഞ്ഞോട്ടെ, ആ പുത്രൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെയും അറിയുന്നതാണ് നിത്യജീവൻ. പ്രൈസ് ടു ജീസസ്. അറിയുന്നതാണ് നിത്യജീവൻ. അവിടെ മുതൽ നിങ്ങൾ ആള് മാറുക കേട്ടോ.
അവിടെ മുതൽ നിങ്ങൾ ആൾ മാറുക. അറിഞ്ഞ എല്ലാവരും മാറിയോ? അറിഞ്ഞ എല്ലാവരും മാറിയിട്ടൊന്നുമില്ല. അറിഞ്ഞ എല്ലാവരും മാറിയോ? അറിഞ്ഞ എല്ലാവരും മാറിയിട്ടൊന്നുമില്ല. അതെന്താ? അത് അറിയേണ്ട പോലെ അറിയാത്തോണ്ടാ. ആ സെക്കൻഡ് മുതലൊരു മാറ്റം അവിടെ ഉണ്ടാവും. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ ആദ്യം ക്യാൻസൽ ആകുന്നത് ഡെത്ത് സ്പിരിറ്റ് ആണ്, മരണശക്തിയാണ്. മരണശക്തി ആ സെക്കൻഡ് ക്യാൻസൽ ആവും. കാരണം എന്താ? നിത്യമായ ഒരു ജീവൻ ആ സ്ഥാനം ടേക്ക് ഓവർ ചെയ്തു മോനെ. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. സഭയിൽ ദൈവത്തിന്റെ നിത്യജീവൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ സഭയിൽ ആരാധനയ്ക്കകത്ത് അലങ്കോലം വരത്തില്ല. സഭയ്ക്കകത്തും വ്യക്തികളുടെ ജീവിതത്തിൽ ആ നിത്യജീവൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ സോയ ലൈഫിലേക്ക് അവൻ കയറി കഴിഞ്ഞാൽ അവന്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഡെത്ത് സ്പിരിറ്റ് കയറത്തില്ല. കുടുംബത്തിനകത്ത് നിത്യജീവന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ഈ ശമരിയാക്കാരി സ്ത്രീ നിത്യജീവന്റെ ഉറവയും കൊണ്ട് എങ്ങോട്ടാ ഓടിയത്? നിത്യജീവന്റെ ഉറവയും കൊണ്ട് എങ്ങോട്ടാ ഓടിയത്? അവൾ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അവൾ പൊതു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക ചെയ്തേ. ആളും മാറി. പിന്നെ കുടം വേറെ, വെള്ളം വേറെ, അതൊക്കെ ഞാൻ കൽപ്പിച്ച വീട്ടിൽ ഉറവ വരൂ എന്നുള്ള ലെവലിലേക്ക് അവൾ മാറി. അവൾ പിന്നെ വീട്ടിൽ കയറി ചെന്ന് വാട്സാപ്പ് കുത്തുകയും പിന്നെ 5 ഭർത്താക്കന്മാരോട് ഇരിക്കുകയൊന്നും ചെയ്തില്ല. ആ വെളിപ്പാട് അവളിലേക്ക് കയറി. അവൾ ഓടി പ്രചരിപ്പിക്കാൻ. ഞാൻ ഒരു ദൂതൂടെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത് വല്ലാതെ സ്പർശിക്കുന്നു. ശമരിയക്കാരി സ്ത്രീ യേശു കർത്താവിനെ കണ്ടുമുട്ടിയതോടെ അവളുടെ ബൗണ്ടറിയും പൊട്ടി, അവളുടെ ദർശനവും ചേഞ്ചായി. ശരിയല്ലേ? ദർശനം ചേഞ്ചായി. അവള് പിന്നെ കുടം, പിന്നെ ചോറ്, കഞ്ഞി, തോരൻ, അച്ചാറ്, മീനെന്നും പറഞ്ഞൊന്നും അവളിരുന്നില്ല. അവൾ യേശുവിൻ്റെ അടുത്തുനിന്ന് പിന്നെ പടരുക ചെയ്ത്. അവൾ പിന്നെ സാക്ഷിയായി മാറാനായിട്ട് തുടങ്ങി. നിത്യജീവൻ ഒരു വ്യക്തിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്ന് ബൗണ്ടറി ബ്രേക്ക് ആകും, വഴി തിരിയും. പിന്നെ അവൾ കുടവും കൊണ്ട്, ഞാൻ ഈ കുടം കൊണ്ട് വീട്ടിൽ വെച്ചേച്ച, കാരണം 350 രൂപ എടുത്ത് മേടിച്ച കുടമാ എന്നും പറഞ്ഞ് കുടത്തിന് അവൾ വില കൊടുത്തില്ല. അതവിടെ ഇട്ടേച്ച് അവൾ നേരെ കവലയിലേക്ക് ഓടി. ഒന്ന്, നിന്റെ റൂട്ട് തിരിയും നീ നിത്യജീവനിലേക്ക് കയറിയാൽ. 2, നിന്റെ ദർശനം ചേഞ്ച് ആവും നീ നിത്യജീവനിലേക്ക് കയറി കഴിഞ്ഞാൽ. 3, നിന്റെ സ്വഭാവമേ മാറിപ്പോവും നിത്യജീവനിലേക്ക് കയറി കഴിഞ്ഞാൽ. സമയം മുമ്പോട്ട് പോകുന്നു. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ സത്യദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം ഞാൻ നേരത്തെ നിങ്ങളോട് ചേർത്ത് പറഞ്ഞായിരുന്നു, ഒരു വാക്കൂടെ ചേർത്ത് പറയുകയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു വാക്യമാണ്. അത് വാക്യത്തിൽ തന്നെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 50-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, അവൻ്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ഞാൻ വീണ്ടും പറഞ്ഞേ, അറിയുന്നതാണ് ആരാധന. അറിഞ്ഞാരാധിക്കണം. ദൈവം നമ്മൾ ഈ സേവിക്കുന്ന ദൈവം ഈ പുണ്ണുണക്കുന്ന ദൈവമല്ല. നമ്മൾ വിളിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കുന്ന ദൈവമല്ല, അല്ലെങ്കിൽ പാറ വിളർക്കാൻ വേണ്ടി നടക്കുന്ന ദൈവമല്ല. അതിനുമൊക്കെ എത്രയോ വലുതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം. നമ്മൾ ആരാധിക്കുന്നതെന്ന് പറയുന്നത് കർത്താവിന് ചെയ്തു കൊടുക്കുന്ന വലിയ ഔദാര്യമൊന്നുമല്ല. നമ്മൾ നമ്മുടെ അപ്പനെ സ്നേഹിക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്ന ഔദാര്യമാണോ? നമ്മുടെ പാസ്റ്ററെ സ്നേഹിക്കുന്നു, ഔദാര്യമാണോ? പാസ്റ്ററെ സ്നേഹിക്കുന്നുണ്ടോ? അവർ നമ്മളെ ശുശ്രൂഷിക്കുന്നു, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ ഓർക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവരോടുള്ളൊരു സ്നേഹം ഔദാര്യമാണോ? അല്ല. അറിയുന്നതാണ് ആരാധന. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ വചനം, ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. വചനം പോലും നിത്യജീവന്റെ അകത്ത് കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പോലും നിത്യജീവന്റെ അകത്ത് നിർത്തിയിരിക്കുമ്പോൾ ഈ വേർഡ് ഉള്ളിടത്ത് ഡെത്ത് സ്പിരിറ്റ് ഇല്ല എന്ന് ഉറപ്പാ. ഫാദർ ഗാഡ്
ഈ വേർഡ് ഉള്ളിടത്ത്, അപ്പൊ പറഞ്ഞേ, ഈ കൽപ്പന ഉള്ളിടത്ത് യേശുവുണ്ട്, ഈ കൽപ്പന ഉള്ളിടത്ത് യാഹൂവ എന്ന ദൈവമുണ്ട്, ഈ കൽപ്പന ഉള്ളിടത്ത് ഇതിനെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. അറിയുന്നത് എങ്ങനെയാ? വേർഡിലൂടെയാണ്. ചുമ്മാ നമുക്ക് വായിച്ചെടുത്ത് എറിയാനുള്ള സാധനമല്ല. അവനെ പച്ചയായ പുൽപ്പുറത്തും ഒത്തിരിയുള്ള വെള്ളത്തിനരികിലേക്കും എന്നെ നടത്തും, വായിച്ചെറിയാനുള്ള സാധനമല്ല. അതിനകത്ത് ജീവനുണ്ട്, ലൈഫുണ്ട്. ലൈഫിനെ ആ വേർഡ് ഇപ്പത്തെ നമ്മളൊരു വാക്യം എടുത്തു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ഇത്രയും വാക്യത്തിനകത്ത് ജീവൻ ഉണ്ടോ ഇല്ലയോ? കോടിക്കണക്കിന് മരിച്ച ബോഡി ജീവിപ്പിക്കാനുള്ള ലൈഫ് ഉണ്ടെന്ന് ഞാൻ പറയും. ഞാൻ അറിയുന്നു. അതിനകത്തുള്ള ലൈഫിനെ എടുക്കണം. എടുക്കാതെ അതിനകത്ത് പ്രവചനമൊന്നുമില്ല, അതിനകത്ത് ദൂതില്ല, അതിനകത്ത് ഗ്രാമർ ഇല്ല. ദൂതും ഗ്രാമറും പ്രവചനവും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്ന ലൈഫ് അങ്ങ് പോവും. നമ്മുടെ ലൈഫും പോവും, വചനത്തിന്റെ ലൈഫും പോവും. ആമേൻ. ഈ വേർഡ് ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു ടൈമുണ്ട്. അറിയാം, ഈ വേൾഡിൽ ഈ വേർഡ് ഇട്ടേക്കുന്നതിന് ഒരു ടൈമുണ്ട്. ദൈവം അതിന് പോലും ഒരു സമയം നിശ്ചയിച്ചേക്കുക. ബാക്കി സമയം സ്വർഗത്തിൽ പോയി പർദീസായി പോയി ഇരുന്നിട്ട് ബാക്കി യൂട്യൂബ് മെസ്സേജ് കേൾക്കാന്ന് പറഞ്ഞാൽ അതിനൊന്നും ടൈമില്ലടോ. ഈ വേർഡ് ഈ ഭൂമി നിൽക്കുന്നതിന് വരെ ഒരു ടൈം ഇട്ടേക്കുക കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്ന ഇന്റർനെറ്റ്, എൻ്റെ സന്ദേശം, എൻ്റെ ശബ്ദം, ഈ ദൂത, ഈ വചനം, കർത്താവിൻ്റെ എല്ലാം വഹിച്ച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്ന ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അതിന് പോലും ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ അതും പ്രവർത്തിക്കൂല. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചാൽ മതി. ദൈവം പറയുന്നതിനേക്കാൾ അപ്പുറം അധിക പ്രസംഗം വേണ്ട. ദൈവം പറഞ്ഞതിനേക്കാൾ അതിനപ്പുറം വലിയ മെസ്സേജ് ഒന്നും വേണ്ട. ദൈവം പറഞ്ഞതിനേക്കാൾ അതിനപ്പുറം പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ദൂതൊന്നും വേണ്ട. ഞാനൊരു പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ദൂത് പറഞ്ഞാലും ദൈവം പറഞ്ഞ ദൂതേ നടക്കും. അപ്പൊ പിന്നെ ആര് മഹിമപ്പെടണം? പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തുക കൊണ്ട് നീ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞ യേശുവിന്റെ ആത്മാവിൽ നാം നിറയണം. അവിടുന്ന് ചെയ്താലേ ഞാനുള്ളൂ എന്ന് നമുക്ക് കാണിച്ചു തന്നത് യേശുവ. അവിടുന്ന് തന്നാലേ എനിക്കുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചത് യേശുവ. ആ യേശു പറയുന്നു, ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഞാനൊരു ദൂത് പറയാൻ പോവാ. ഇതിനകത്തൊരു ഉറപ്പുണ്ട്. യേശു പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ. അർത്ഥം, ആ വാക്കിന് വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും വ്യത്യാസമില്ല. ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് ഇതാണ്. നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണോ? അത് നിറവേറാതെ പോകത്തില്ല. ഉറപ്പിക്കുക, ദൈവമാണ് പറഞ്ഞത്. നിന്നോടൊരു ദൂത് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവിലാണോ? അത് വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും വ്യത്യാസം വരത്തില്ല. നീ ഒരു ദൈവശബ്ദമാണോ കേട്ടത്? അത് വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും വ്യത്യാസം വരത്തില്ല. യേശുവിലൂടെ തനിക്ക് പറയുവാനുള്ളത് ലോകത്തോട് അറിയിച്ച ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അന്നും ഇന്നും ഇനിയെന്നും വ്യത്യാസമില്ലാത്തതുപോലെ നീ കേട്ട ഒരു ദൈവശബ്ദം, നിങ്ങൾ കേട്ട ഒരു ദൈവിക പ്രവചനം, നിങ്ങൾ അറിഞ്ഞ ഒരു ദൈവിക ആലോചന, നിങ്ങൾക്ക് ദൈവം തന്ന ഒരു ദൈവിക ദർശനം, അതിന് മാറ്റം വരാൻ പോകുന്നില്ല. അതിന് മാറ്റം വരുത്താൻ നിത്യജീവന്റെ ശക്തി വഹിക്കുന്നവന്റെ ജീവിതത്തിൽ സാധിക്കത്തില്ല. ആമേൻ. അപ്പോൾ എന്താണ് നിത്യജീവൻ? ദൈവത്തിന്റെ കൽപ്പനയാകുന്നു, യേശുവിന്റെ കൽപ്പനയാകുന്നു നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 28ഉം 29ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു 5 മണിക്കൂർ പ്രസംഗിക്കാനുള്ള മെസ്സേജാണ്. പക്ഷെ നിങ്ങൾ എഴുന്നേറ്റ് പോവും, അതല്ലേ? നിത്യജീവൻ പ്രാപിച്ചാൽ നശിച്ചു പോകത്തില്ലെന്ന് എനിക്കിനി ഇതിനു മേളൊരു വചനമൊന്നും കാണിച്ചു തരാൻ എന്നോട് പറയരുത്, എനിക്ക് അറിയത്തുമില്ല. അർത്ഥം എന്താ? നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു ഒരു ആശയം അതിനകത്തില്ലേ?
അല്ല, ഉണ്ടോ ഇല്ലയോ? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ആർക്ക്? ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അത് അമ്മ വിളിക്കുന്ന ആടിന്റെ കാര്യമല്ല, അപ്പ എന്ന് വിളിക്കുന്ന ആടിന്റെ കാര്യം ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയെ വിളിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ. അപ്പ എന്ന് വിളിക്കുന്ന ആടുകൾക്ക് കൊടുക്കുന്ന കാര്യമായി പറഞ്ഞ നിത്യജീവൻ കൊടുക്കുന്നു. അതുകൊണ്ട് അവ നശിച്ചു പോകത്തില്ല. അതിനകത്ത് മറ്റൊരു ദൂത് കർത്താവ് ഇട്ടിട്ടാ തന്നത്. എന്താ അത്? നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നശിപ്പിക്കാൻ ആള് പുറകെ കാണത്തില്ലെന്നല്ല, ആടുപിടിയന്മാര് കാണത്തില്ലെന്നല്ല, ആടിനെ കൊല്ലികൾ കാണത്തില്ലെന്നല്ല, പക്ഷെ അവയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഹേയ്, നിന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ നിത്യജീവന്റെ മൊഴികൾ കയറിപ്പോയോ? നശിപ്പിക്കാൻ ആളില്ലെന്നല്ല, നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ലെന്നല്ല, പക്ഷെ നശിക്കത്തില്ല. കാരണം എന്താ? കൽപ്പനയിട്ട ജീവനാണ്. കൽപ്പനയിട്ട ജീവനാണ്. കൽപ്പനയിൽ മുക്കിയ ജീവനാണ്. ദൈവത്തിന്റെ കൽപ്പനയിൽ മുക്കിയ ജീവനാണ്. അറിയുന്നുണ്ടോ അത് സത്യം? ആമേൻ. ദൈവത്തിന്റെ കൽപ്പനയിൽ മുഖ്യ ജീവനാത്. നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് ആത്മീയ ജീവിതമാണോ? അഭിഷേകമാണോ? അത് ശുശ്രൂഷയാണോ? അത് പ്രാർത്ഥനാപരമാണോ? പാടാനുള്ള കൃപയാണോ? എഴുതാനുള്ള കൃപയാണോ? പഠിക്കാനുള്ള കൃപയാണോ? ദാനധർമ്മം ചെയ്യാനുള്ള കൃപയാണോ? മോനെ, നശിപ്പിക്കാൻ പറ്റത്തില്ലത്. കൃപയാ ഇതൊക്കെ. ദാനം ചെയ്യാനുള്ള വരം എന്നൊക്കെ പറയുന്ന കൃപയാ അതൊക്കെ. നശിപ്പിക്കാൻ പറ്റത്തില്ലത്. ഹല്ലേലൂയ. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഞാൻ ചില ദൈവദാസന്മാരോട് പ്രവചിക്കുന്നു, നിനക്ക് ദൈവം 10 ആടുകളെ തന്നോ, നിന്റെ കയ്യിൽ നിന്ന് ആ ആടിനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കത്തില്ലെന്നല്ല, പക്ഷെ പറ്റത്തില്ല. ആരും അത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. നിന്റെ സഭയ്ക്കകത്ത് ദൈവം തന്ന ആടുകളെ ദൈവം ഉറപ്പിക്കും. നിന്റെ സഭയ്ക്കകത്ത് ദൈവം തന്ന ആടുകളെ ദൈവം നിറയ്ക്കും. നിന്റെ സഭയിൽ ദൈവം തന്ന ആടുകളെ ദൈവം പോഷിപ്പിക്കും. Amen. Praise to Jesus. Hallelujah. എനിക്ക് ദൈവം തന്നേക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തെ ഞാൻ പോഷിപ്പിക്കുന്നില്ല, ആ കൂട്ടത്തെ എൻ്റെ ദൈവം പോഷിപ്പിക്കുന്നു. ആ ബോധ്യമാണ് എനിക്കുള്ളത്. എൻ്റെ ദൈവത്തിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഇതിനപ്പുറമൊക്കെ യേശു എങ്ങനെ പറയേണ്ട ആൾക്കാർക്ക് മനസ്സിലാവാൻ? ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, നിത്യജീവൻ എന്താണ്? ആടുകൾക്ക്, അബ്ബാ എന്ന് വിളിക്കുന്ന ആടുകൾക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമാകുന്നു. കർത്താവ് കൊടുക്കുന്ന ദാനമാകുന്നു നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത്, സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദാനം അറിഞ്ഞെങ്കിലും അറിയാതെയെങ്കിലും നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. റോമർക്ക് എഴുതിയ ലേഖനം 6:23 ഒന്ന് ഓടി വന്നേ. പറന്നു വന്നേ. ഓടാനുള്ള സമയമല്ല, പറക്കാനുള്ള സമയമാണ്. സമയം ഒത്തിരി കഴിഞ്ഞു പോയി. റോമർക്ക് എഴുതിയ ലേഖനം 6:23 വായിക്കുമ്പോൾ കാണുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. കൃപാവരമെന്നാണ് നിത്യജീവനെ പറയുന്നത്. നിത്യജീവൻ ഉള്ളവന് കൃപാവരമുണ്ട്. എനിക്ക് ഒത്തിരി അറിയാം. ഇതിനകത്ത് ഒരുപാട് കൃപാവര കൊതിയന്മാരും കൃപാവര കൊതിയുള്ള ആൾക്കാരും ഉണ്ട്. സ്തോത്രം. എങ്ങനെ ഇതൊക്കെ വർക്കൗട്ടാകുന്നേ? നിത്യജീവൻ്റെ ശക്തി ജ്വലിക്കുമ്പോൾ, വെട്ടിത്തിളയ്ക്കുമ്പോഴാണ് ഈ സാധനം ഓപ്പൺ ആവുന്നത്. യേശുവിനെ ഒന്ന് പറഞ്ഞ, കർത്താവേ, എനിക്കങ്ങ് തന്നിരിക്കുന്ന ഒരു ഈ ജീവൻ എന്ന് പറയുന്നത് എന്താ? ജീവൻ എന്ന് പറയുന്നത് ലൈഫാണ്. അത് ലൈവാണ്. ജീവൻ എന്ന് പറയുന്നത് ലൈഫാണ്. അത് ലൈവാണ്. ലൈവായി നിൽക്കുന്നതിന് മാത്രമേ ലൈഫുള്ളൂ. ലൈഫുള്ളതിന് മാത്രമേ ലൈവായിട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ. ലൈവായിട്ട് നിന്നാലേ ഈ പറയുന്ന സാധനത്തെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈവായിട്ട് നിൽക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ലൈവായിട്ട് എന്നോട് കാണുന്നു, നിങ്ങൾ എന്നോട് താഴെ ഒരു ചോദ്യം എഴുതി ചോദിക്കുകയാണ്, പാസ്റ്റർ ഇന്ന് എത്ര മണി വരെയാണ് മീറ്റിംഗ്? ഞാൻ പറയുന്നത് 8 മണി വരെയാണ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ലൈവിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ സ്ട്രീം ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ചിലപ്പോഴേ അത് കാണത്തുള്ളൂ, ചിലപ്പോൾ കണ്ടില്ല എന്നും വരാം. അതെന്താ? ഞാൻ ലൈവിൽ നിൽക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റിയത്.
എന്നതുപോലെ ഞാൻ നിത്യജീവനിൽ ലൈവാണോ എന്ന് പരിശോധിക്കണം. എങ്കിലേ ലൈഫുള്ളൂ. ആ ലൈഫ് ഉണ്ടെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. നമുക്ക് കുത്തി ഇളക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഞാൻ ലൈവ് ആയതുകൊണ്ട് ഇതൊരു താക്കോല, ഇത് അൺലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കൃപാവരങ്ങൾ, നിത്യജീവന്റെ പ്രാപ്തി മനസ്സിലായോ? അൺലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കിവിടുന്ന് എനിക്ക് കർത്താവിൻ്റെ സന്നിധി, ആ ഭവനം വരെ എത്താൻ വേണ്ടി യേശു തന്നിരിക്കുന്ന ഒരൊറ്റ വേർഡാകട്ടെ, നിത്യജീവൻ. മരണമില്ലാത്ത അവസ്ഥ, മരണമില്ലാത്ത അവസ്ഥ. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകും, പക്ഷേ ഞാൻ ലൈവായിരിക്കും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധി വരെ എത്താൻ. അതാ ഇന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ജീവനാണ് നിത്യജീവൻ. നശിച്ചു പോകാത്ത ജീവനാണ് നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇത് എങ്ങനെ, ഈ നിത്യജീവൻ എങ്ങനെ നേടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17:3 ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും എന്ന് പറഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് നേടേണ്ടത്, അതിൻ്റെ ഓപ്ഷൻ എന്താണ്, അതിൻ്റെ റൂട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം, നമുക്ക് നിത്യജീവൻ വേണമല്ലോ, അത് അറിയണമല്ലോ. അത് എങ്ങനെ എന്നിലേക്ക് വരും? ആ നിത്യജീവനെ എനിക്ക് എങ്ങനെ, എവിടുന്ന് ഏത് ബുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ബുക്ക് സ്റ്റോറിലല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് ലോകമോഹത്തെ സ്നേഹിച്ചില്ല, ലോക ഇമ്പങ്ങളെ സ്നേഹിച്ചില്ല. പക്ഷെ ലോക ഇമ്പങ്ങളിലും ലോകമോഹങ്ങളിലും ലോകമായ കാഴ്ചകളിലും കുടുങ്ങിക്കിടന്ന എന്നെ, താങ്കളെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്താ ചെയ്തേ? അവിടുന്ന് എനിക്കൊരു ഓഫറിങ് ചെയ്തു. എന്താ ഓഫറിങ്? അതാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു വന്നത് ഒരു വലിയ നിധിയുമായിട്ടാണ്. ആ നിധി എന്താണ്? ഞാൻ വിലയില്ലാതെ നഷ്ടപ്പെടുത്തിയ എൻ്റെ ജീവൻ, ഞാൻ വിലയില്ലാതെ നഷ്ടപ്പെടുത്തിയ എൻ്റെ അധികാരം, ഞാൻ വിലയില്ലാതെ നഷ്ടപ്പെടുത്തിയ എൻ്റെ റിലേഷൻഷിപ്പ്, അതെനിക്ക് മടക്കിത്തരാൻ യേശു വന്നു. യേശു വന്നിട്ടോ, യേശു താൻ ദൈവരാജ്യത്തെക്കുറിച്ച് മനുഷ്യനെ ബോധം വരുത്തിക്കൊണ്ടേയിരുന്നു, പാപത്തെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ടേയിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ മനുഷ്യന് അത് റിട്ടേൺ ചെയ്തെടുക്കണമെന്നുള്ളൊരാശ വളരെ പേരിലും കുറവായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ സകല ജഡത്തിന്മേലും യേശുക്രിസ്തുവിന് അധികാരമുള്ളതുകൊണ്ട് പലരും അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, വിശ്വസിച്ചു. വിശ്വസിച്ചവർക്കെല്ലാം കർത്താവും സ്നാനം കൊടുത്തു, അവർക്കും നിത്യജീവൻ കൊടുത്തു. എന്താണ് നിത്യജീവൻ സ്വീകരിക്കാൻ ഞാൻ ചെയ്യേണ്ടത്? വേറൊന്നുമില്ല സുഹൃത്തെ. പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നോട് തർക്കിക്കരുത്, ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ അതിൻ്റെ പിന്നിൽ എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യത്തിനകത്ത് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്നത് പോലെ നാം യേശുവിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ പരാജയമില്ല. പക്ഷെ യേശു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടം പരാജയത്തിൻ്റെ സൈനല്ല, കഷ്ടം പരാജയത്തിൻ്റെ നിഴലല്ല. മനസ്സിലാക്കണം, കഷ്ടം യേശുവിനും ഉണ്ടായിരുന്നു, കഷ്ടം നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും കഷ്ടം വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു. കഷ്ടം ഒരിക്കലും പരാജയത്തിൻ്റെ സൈനല്ല, നിഴലല്ല. പക്ഷെ കഷ്ടം വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ജയിച്ചവനിലുള്ള വിശ്വാസമില്ലായ്മയാണ്. വചനം പറയുന്നു, എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടം വരുമ്പോൾ ജയത്തിലേക്ക് പിടിക്കാൻ കഴിയാതെ അധൈര്യത്തിലേക്ക് പോയി വീണ് നിത്യപരാജയത്തിലേക്ക്, ആത്മീയ അവിശ്വാസത്തിലേക്ക്, ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്നുമുള്ള അകൽച്ചയിലേക്ക്, മടുപ്പിലേക്ക്, കോപത്തിലേക്ക്, ക്രോധത്തിലേക്ക്, തിരസ്കരണത്തിലേക്ക്, അനുസരണക്കേടിലേക്ക്, പാപത്തിലേക്ക് മനുഷ്യൻ ഡൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യേശു എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു എന്ന വേർഡിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നതിന് മുൻപേ ധൈര്യപ്പെടുവിൻ എന്ന ജംഗ്ഷനിൽ വന്ന് നിന്നുകൊണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവിലേക്ക്, അസത്യത്തിൻ്റെ ആത്മാവിലേക്ക്, അവിശ്വാസത്തിൻ്റെ ആത്മാവിലേക്ക്, എടുത്തുചാട്ടത്തിൻ്റെ ആത്മാവിലേക്ക് ഒരു മനുഷ്യനെ റാഞ്ചിക്കൊണ്ട് പിശാച് പോകുന്നത് കൊണ്ടാണ് ലൈഫിൻ്റെ കർത്താവിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? യേശു ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്നാൽ ആ കഷ്ടം പരാജയത്തിൻ്റെ സൈനല്ല. സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന കഷ്ടങ്ങൾ പരാജയത്തിൻ്റെ സൈനല്ല. ധൈര്യപ്പെടുവിൻ, ജയിച്ച കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നിത്യജീവന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? വചനം പറയുന്നു, ബൈബിൾ പറയുന്നു, അവൻ നശിച്ചു പോകുകയില്ല. അവൻ നശിച്ചു പോകുകയില്ല. അവൻ നശിച്ചു പോകുകയില്ല. ഹോ ഹല്ലേലൂയ. അവൻ നശിച്ചു പോകുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് പ്രാപിക്കേണ്ടതിന് ദൈവം അത് നൽകുവാൻ തക്കവണ്ണം നിന്നെ സ്നേഹിച്ചു. നിന്നെ ദൈവം സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് എന്നെ സ്നേഹിച്ചു എന്ന കർത്താവ് പറഞ്ഞേ. നിന്നെ സ്നേഹിച്ചു. സോ 1 യോഹന്നാൻ, അതുകൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സാക്ഷ്യം, 10-ാമത്തെ വാക്യം മുതൽ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ജീവനുണ്ടോ? അർത്ഥം യേശു ഉണ്ടോ? യേശു ഉണ്ടോ? ഉറപ്പിച്ചാൽ മതി. യേശു ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നവർ മാത്രം എൻ്റെ ലൈഫിൽ യേശു ഉണ്ടെന്നൊന്ന് വാഗൊണ്ട് പറഞ്ഞേ, സാത്താൻ പേടിച്ചോടും. എൻ്റെ ലൈഫിൽ യേശു ഉണ്ട്, എൻ്റെ ലൈഫിൽ യേശു ഉണ്ട്, എൻ്റെ ലൈഫിൽ യേശു ഉണ്ട്. ഓക്കെ, എന്നാൽ 13-ാമത്തെ വാക്യം, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. യോഹന്നാൻ എഴുതി സാക്ഷ്യപ്പെടുത്തുകയാണ് അറിയാത്തൊരു കൂട്ടത്തോട്. നിത്യജീവൻ, എന്താ നിത്യജീവനാണ്? എന്നാ പിന്നെ ഞാൻ ഏത് ചർച്ചിൽ പോയാൽ എനിക്ക് നിത്യജീവൻ കിട്ടും? ആ ചർച്ചിൽ പോയാൽ മതിയോ? ആ ബ്രദർ പാസ്റ്ററായിരിക്കുന്ന ആ ചർച്ചിൽ പോയാൽ കിട്ടുമോ? നോ. യേശു ക്രിസ്തുവിനെ അറിയുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്ന നിങ്ങൾക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ശ്രദ്ധിച്ച സഹോദര സഹോദരി, നിങ്ങൾ സ്നാനമേറ്റോ എന്നുള്ളത് 2-ാമത്തെ കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ എന്നുള്ളത് 2-ാമത്തെ കാര്യം. ആദ്യം കേൾക്കേണ്ടത് കേൾക്കുക. നിങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. എന്നാൽ 2-ാമത്തെ കാര്യം, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. 3-ാമത്തെ കാര്യം, നിങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാൽ നമ്മൾ മുകളിൽ പറഞ്ഞു, അവൻ്റെ കൽപ്പന അനുസരിക്കും. നമ്മൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ കൽപ്പന അനുസരിക്കും. കൽപ്പന അനുസരിക്കാത്ത എനിക്ക് നിത്യജീവൻ ഇല്ല എന്ന് ബൈബിൾ പറയുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് ബൈബിൾ പറയുന്നു. രണ്ടും കൂടെ അങ്ങോട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ, 2 വാക്യം കൂടെ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഞാൻ അവൻ്റെ കൽപ്പനകളിൽ വിശ്വസിക്കുകയും അതനുസരിക്കുകയും അതുകൊണ്ട് ആ നിത്യജീവൻ എന്നിൽ ഉണ്ട് എന്ന് ഞാൻ അറിയുകയും അതിന് വീണ്ടും ഒരു സാക്ഷിയായി യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 1 യോഹന്നാൻ 5:13 പറഞ്ഞു, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. ഇത് വേറെ ആർക്കും അല്ല. ഇത് വേറെ ആർക്കും അല്ല, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്കാണ്. വിശ്വസിക്കുന്ന എനിക്കൊരു എഴുത്തുണ്ട്, ഒരു സന്ദേശമുണ്ട്, ഒരു ദൂതുണ്ട്. എന്താ അത്? എടാ, നിന്റെ അകത്ത് നിത്യജീവനുണ്ട്. ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഇവിടുന്ന് ഞാൻ ഇറക്കി വിടാതെ ഇത് പോകത്തില്ല കേട്ടോ.
കഷ്ടം വന്നാൽ ഈ സാധനം, അയ്യോ എനിക്ക് ഇവിടെ അത്ര കംഫർട്ട് പ്ലേസ് അല്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് എഴുന്നേറ്റ് ഓടുന്ന സാധനം അല്ല യേശു ക്രിസ്തു. ഞാൻ ഇറക്കി വിടാതെ പോകത്തില്ല. ഹല്ലേലൂയ. കഷ്ടം വരുമ്പോൾ പേടിച്ചോടുന്ന സാധനമല്ല, കഷ്ടം വരുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്ന ആത്മാവ് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ്. പ്രൈസ് ടു ജീസസ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് പരിശുദ്ധാത്മ സ്നാനം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് വിശുദ്ധ ജീവിതം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് തിരുവത്താഴം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് കൂട്ടായ്മ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നേഹം. എങ്ങനെ സ്നേഹിക്കും? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കൽപ്പനകൾ ഒരുപാടാണ്. 10 കൽപ്പനയ്ക്കകത്ത് ഒതുക്കി കളയരുത്. 10 കൽപ്പനയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിച്ചിരിക്കരുത്. 10 കൽപ്പനയൊന്നും അല്ല, ബൈബിൾ മുഴുവൻ കൽപ്പനകളാണ്. ബൈബിൾ മുഴുവൻ കൽപ്പനകളാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ നമ്മെ അൺലോക്ക് ചെയ്യുന്ന ജീവനാണ്. ആ നിത്യജീവൻ നമ്മെ അൺലോക്ക് ചെയ്യുന്ന ജീവനാണ്. നമുക്ക് ലോക്കായി കിടക്കുന്ന, മരവിച്ച് കിടക്കുന്ന, മന്ദീഭവിച്ച് കിടക്കുന്ന സകല മേഖലകൾ. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ നശിക്കാനുള്ളവനല്ല, ഞാൻ രോഗം വന്ന് നശിക്കാനുള്ളവനല്ല, ശാപം കയറി നശിക്കാനുള്ളവനല്ല, മറ്റുള്ളവരുടെ പ്രാക്ക് കൊണ്ട് നശിക്കാനുള്ളവനല്ല, എതിർ പ്രാർത്ഥന കൊണ്ട് നശിക്കാനുള്ളവനല്ല, നെഗറ്റീവ് വാക്കുകൊണ്ട് നശിക്കാനുള്ളവനല്ല, അവിശ്വാസം കൊണ്ട് നശിക്കാനുള്ളവനല്ല, പാപം കൊണ്ട് നശിക്കാനുള്ളവനല്ല. ഹേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നിന്നെ നോക്കിയ ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യക്തി നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നശിക്കാനുള്ളവനല്ല. ഒരു വ്യക്തി നിനക്കെതിരെ ആഭിചാരം ചെയ്താൽ നശിച്ചു പോകുന്ന ഒന്നല്ല. ഒരു വ്യക്തി നിനക്കെതിരെ കുതുകാൽ വെട്ടിക്കഴിഞ്ഞാൽ മലർന്നടിച്ച് വീണ് മറ്റിച്ചു പോകുന്നവനല്ല. ഒരു വ്യക്തി നിന്റെ സ്ഥാനം തട്ടിയെടുത്താൽ നശിച്ചു പോകുന്നതല്ല. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് മുക്കിയതാകയാൽ, ദൈവത്തിന്റെ ജീവന്റെ അകത്ത് മുക്കിയതാകയാൽ നിനക്ക് ചില അവകാശങ്ങളുണ്ട് സുഹൃത്തെ. ഇന്ന് തിരിച്ചറിയുന്നവർ മാത്രം ആ ദൈവ സന്നിധിയിൽ ഒന്ന് സ്തുതിച്ചു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ കടഭാരം കൊണ്ടുവന്ന് നിന്നെ നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. നിന്റെ ലോണുകളെ തടഞ്ഞു വെച്ച്, നിന്റെ ലോൺ തടഞ്ഞു വെച്ച്, നിന്റെ ബിസിനസ് തടഞ്ഞു വെച്ച് നിന്നെ നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ല. ഒന്നും ഒരു നാളും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല യേശുവിന്റെ നാമത്തിൽ. ഹോ റമനശേഖേനിയ, ഹോ റമനസേ ലമഗോലിയേ ശേഖേനിയന്തനെ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. ഈ നിത്യജീവൻ ഞാൻ ചോദിച്ചതല്ല, പക്ഷെ ഇതെനിക്ക് തന്നതാ. ആരും ബൈബിളിൽ ഒരിക്കലും ഒരു നാളും എനിക്ക് സൗഖ്യം വേണമെന്ന് ചോദിച്ചു, എനിക്കെൻ്റെ മകനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു, എനിക്കെൻ്റെ സഹോദരനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു, എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു വേണമെന്ന് പറഞ്ഞു, എനിക്കെൻ്റെ നടക്കുന്ന ശേഷി തിരിച്ചു വേണമെന്ന് പറഞ്ഞു. ആരും ഒരിക്കലും ഒരു നാളും എനിക്ക് നിത്യജീവൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ചോദിക്കാത്തതാ കർത്താവ് കൊടുത്തേ. ചോദിക്കാത്തതാ കർത്താവ് കൊടുത്തേ. അതാ പറഞ്ഞ, നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി തമ്പുരാന് ചെയ്യാൻ കഴിയും. ചോദിക്കാത്തത് മനുഷ്യൻ അറിയത്തില്ല, അവന് വേണ്ട അടിസ്ഥാനപരമായി വേണ്ടത് അവൻ അറിയത്തില്ല. പക്ഷെ അറിഞ്ഞു ചെയ്യുന്നൊരു കർത്താവ് എൻ്റെ സമീപമുണ്ട്. അറിഞ്ഞു ചെയ്യുന്നൊരു ദൈവം എനിക്കുണ്ട് സുഹൃത്തെ. മനുഷ്യർക്ക് പലതും അറിഞ്ഞാലും അവർ ചെയ്യത്തില്ല, പക്ഷേ അറിഞ്ഞു ചെയ്യുന്നൊരു ദൈവം. ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇത്ര നേരം നിന്നോട് സംസാരിച്ചേ. ആ ദൈവം എവിടെയുണ്ട്? മലയിലില്ല, മഞ്ഞിനകത്തില്ല, മേഘത്തിലില്ല. ആ ദൈവം നിന്റെ അകത്തിരിക്കുന്നു. ഇൻ ക്രൈസ്റ്റ്. എത്ര സന്തോഷിക്കുന്നറിയാമോ നിന്റെ ആത്മാവ് ഈ സന്ദേശം കേട്ടപ്പോ? നിനക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഈ സത്യ ആത്മാവ്
ആഗ്രഹിക്കുന്നു നീ അറിയണമെന്ന്. പ്രാർത്ഥിച്ചേ എല്ലാ ദൈവമക്കളും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് സ്വീകരിക്കുക. ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക്, വികാരമണ്ഡലങ്ങളിലേക്ക് അവകാശങ്ങൾ കട്ടാക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാത്താന്റെ അവകാശം നിന്റെ ലൈഫിൽ നിന്ന് ക്യാൻസൽ ആകുന്നു. നശിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ വചനം പോലും നിന്റെ ജീവിതത്തിൽ നിറവേറാൻ അനുവദിക്കാതെ സകല മേഖലകളിലും നാശം കൊണ്ടിട്ടിരിക്കുന്ന സകല നാശത്തിന്റെ ആത്മാവേ, ആ സത്യത്തിന്റെ ആത്മാവേ, അന്ധകാര ശക്തിയെ നിന്നെ യേശുവിന്റെ നാമത്തിൽ നിത്യ ജീവന്റെ വചന ശക്തിയിൽ ഛേദിച്ചു കളയുന്നു. യഹോവ ശഗമാദുനെ ലാംബ്രോഷസീലിയ പ്രാർത്ഥിക്കുക. ഷോയിനിയാഖോ യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു 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 ആരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ, അവനാരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുമൊഴിക്കായി സ്തോത്രം. നിത്യജീവൻ ഞങ്ങളിലുണ്ട് കർത്താവേ, നിത്യജീവൻ ഞങ്ങളിലുണ്ട് കർത്താവേ. ശീമോൻ പറഞ്ഞതുപോലെ, നാഥാ, നിന്നെ വിട്ടാൽ ഞാൻ എവിടെ പോകും? നിത്യജീവൻ വഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവൻ വഴികൾ നിന്നിലുണ്ട് പരനേ. ഞങ്ങളെ ജീവിപ്പിക്കുന്ന ജീവമൊഴിക്കായി സ്തോത്രം. അപ്പാ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണമേറ്റെടുക്കണമേ. ഈ ജനത്തെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്ന ഇപ്പോൾ സകല രോഗങ്ങളും നിത്യജീവന്റെ ശക്തിയാൽ ക്യാൻസൽ ആകട്ടെ. എല്ലാ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ, ആങ്സൈറ്റികൾ നിത്യജീവന്റെ ശക്തിയിൽ ക്യാൻസൽ ആകട്ടെ. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, യേശുവിന്റെ നാമത്തിൽ എല്ലാ മടുപ്പും, എല്ലാ മരവിപ്പും, എല്ലാ ആത്മീയ മന്ദഗതിയും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറും. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഇൻ ജീസസ് നെയിം. മഹത്വത്തിന്റെ തീ ഇതിനകത്ത് കത്തുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക്. അതിന് യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ മീറ്റിംഗ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ കൂട്ടായ്മ ഈ ചാനലിൽ നടക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എല്ലാ ദിവസവും 2 നേരം ദൈവവചനം കേൾക്കാൻ ഓടി വന്നാട്ടെ. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വളരെ സഹായകരമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റിമണീസ് എല്ലാം ഞങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾ അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ടെസ്റ്റിമണീസ് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം സ്വർഗത്തിലെ അപ്പൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നതുവരെ ദൈവത്തിൻ്റെ കൃപയിൽ സ്വർഗം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ്.